ബയോസിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ്, അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലിപ്പിഡ്സ്. ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ ആണ് ഫാറ്റ്സ്, കൊളസ്ട്രോൾസ് എക്സെട്ര. ഇവയുടെയൊക്കെ ബിൽഡിംഗ് ബ്ലോക്കാണ് ഫാറ്റി ആസിഡ്. അവ തന്നെ ലീനിയർ ആയിട്ടുള്ളവ ഉണ്ടാകാം, അതുപോലെ തന്നെ ബ്രാഞ്ചസ് ഉള്ളവ ഉണ്ടാവാം. ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഫാറ്റി ആസിഡ്സ് ആണ് മെയിനായിട്ട് ഓർമ്മ വരുന്നത്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും. ഇപ്പോൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നോക്കുവാണെങ്കിൽ അവയ്ക്ക് കാർബൺ കാർബൺ മോളിക്യൂളിൻ്റെ ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡബിൾ ബോണ്ട് കാണാൻ സാധിക്കുവാണെങ്കിൽ അവയെ നമ്മൾ അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നു. സാച്ചുറേറ്റഡ് മോളിക്യൂൾസിനകത്തെ കാർബൺ കാർബൺ മോളിക്യൂളിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ട് ഇല്ല. ഇവിടെ നമുക്ക് കാർബണും ഓക്സിജനും തമ്മിൽ കാണാൻ സാധിക്കുന്നു. അതല്ല നമ്മൾ നോക്കുന്നത്, കാർബണും കാർബണും തമ്മിൽ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഇനി അൺസാച്ചുറേറ്റഡിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് കണ്ടു. ഇതുപോലെ ഈ ഡബിൾ ബോണ്ടിന്റെ എണ്ണം അനുസരിച്ചിട്ട് നമുക്ക് ഇവയെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്നും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ബയോസിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ്, അതായത് ഫാറ്റി ആസിഡിന്റെ സിന്തസിസിനെയാണ് ബയോസിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാകുകയാണെങ്കിൽ അവ ഫാറ്റി ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അതാണ് ബയോസിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ്. അപ്പോൾ അതായത് നമ്മൾ ഒത്തിരി ഫുഡ് കഴിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി ചോറൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ബോഡിയിൽ എത്തുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് ഒത്തിരി എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്, അതായത് ഗ്ലൂക്കോസ് ഗ്ലൈക്കോജന്റെ ഫോമിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞിരുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയും എക്സസ് ആയിട്ട് ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടെങ്കിൽ അവ ഫാറ്റി ആസിഡിന്റെ ഫോമിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു, കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇവയാണ് നമ്മൾ ബയോസിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. ഇതിനെയാണ് പറയുന്നത്. ഇനി ഇത് എവിടെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഇത് മെയിൻ ആയിട്ട് നടക്കുന്നത് ലിവറിലും അതുപോലെ തന്നെ ആഡിപ്പോസ് ടിഷ്യൂവിലുമാണ്. ഇപ്പോൾ ആഡിപ്പോസ് ടിഷ്യൂ ഒക്കെ നമുക്ക് പല സ്ഥലങ്ങൾ, നമ്മുടെ സ്കിൻ ഇപ്പോൾ ബോഡിയിൽ എടുത്ത് നോക്കുവാണെങ്കിൽ ഓൾ ഓവർ ദ ബോഡി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്കിന്നിൻ്റെ അടിയിലൊക്കെ എസ്പെഷ്യലി നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതിൽ തന്നെ ഒരു സെല്ലിൻ്റെ, ഇവിടെ സെല്ല് എടുത്ത് നോക്കുവാണെങ്കിൽ ആ സെല്ലിൻ്റെ തന്നെ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ലൈക്ക് പോർഷനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ ബയോസിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ് നടക്കുന്നത്. ഈ ചെറുതായിട്ട് കാണിച്ചേക്കുന്ന ഇവയാണ് നമ്മുടെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന പല പ്രോസസ്സുകളും നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പം ഞാൻ നേരത്തെ അതിൽ കാണിച്ചിരുന്നു ഒരു സൈറ്റോപ്ലാസം. ഇവിടെ ഞാനൊരു മൈറ്റോകോൺട്രിയയും കാണിക്കുന്നു. അതെന്താണെന്ന് നമുക്ക് പറയാം. നമ്മുടെ ഫാറ്റി ആസിഡ് ബയോസിന്തസിസ് എടുക്കുവാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്നത് അസറ്റൈൽ കോഎൻസൈമാണ്. ഈ അസറ്റൈൽ കോഎൻസൈമേ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രോസസ്സാണ് ഞാൻ മേളിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഗ്ലൂക്കോസ് നമുക്കറിയാം. ഗ്ലൂക്കോസ് ഗ്ലൈക്കോളിസിസ് വഴി പൈറുവേറ്റ് ആയിട്ട് മാറുന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ പൈറുവേറ്റ് ആയതിനു ശേഷം പൈറുവേറ്റിന് തിരിച്ച് അസറ്റൈൽ കോഎൻസൈമയായിട്ട് മാറാൻ സാധിക്കുന്നു. ആ പ്രോസസ്സിനെ നമ്മൾ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയും. അതായത് പൈറുവേറ്റിന് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടത്തി കഴിഞ്ഞാൽ അസറ്റൈൽ കോഎൻസൈമ കിട്ടും. ഈ അസറ്റൈൽ കോഎൻസൈമയ്ക്ക് ഉണ്ടാകുന്നത് ഇത് നമ്മുടെ മൈറ്റോകോൺട്രിയയിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. മൈറ്റോകോൺട്രിയയിലാണ് ഇവ ഉണ്ടാവുന്നത്. നേരത്തെ പറഞ്ഞു നമ്മുടെ മെയിൻ പ്രോസസ്സ്, അതായത് ബയോസിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ് നടക്കുന്നത് സൈറ്റോപ്ലാസിലാന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ അസറ്റൈൽ കോഎൻസൈം ഉണ്ടായതോ നമ്മുടെ മൈറ്റോകോൺട്രിയയിൽ. അപ്പം നമുക്ക് മൈറ്റോകോൺട്രിയയിൽ നിന്ന് ഇവയെ പുറത്തേട്ട് കൊണ്ടുവരണ്ടേ? പക്ഷേ ഇത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പുറത്തേട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല. അതായത് അസറ്റൈൽ കോഎൻസൈമിനെ ഡയറക്റ്റ് ആയിട്ട് പുറത്തേട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതെന്താണെന്നറിയാം. ഈ മൈറ്റോകോൺട്രിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവയ്ക്ക് രണ്ട് മെംബ്രെയിൻ ഉണ്ട്, ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ ഒക്കെ ഉണ്ട്. അവ എല്ലാ വസ്തുക്കളെയും ഒന്നും പുറത്തേട്ട് കടത്തിവിടത്തില്ല. അസറ്റൈൽ കോഎൻസൈമിനെ ഇതുപോലെ തന്നെ കടത്തിവിടത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അസറ്റൈൽ കോഎൻസൈമിനെ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇതുവഴി കടത്തിവിടാൻ നോക്കും. അപ്പോൾ അങ്ങനെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഫോമിന്റെ പേരാണ് സിട്രേറ്റ് എന്ന് പറയുന്നത്. സിട്രേറ്റിന്റെ ഫോമിലേക്കാണ് അസറ്റൈൽ കോഎൻസൈമിനെ നമ്മൾ മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇത് നോക്കുമ്പോൾ ക്രെബ്സ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ ഒരു ഫസ്റ്റത്തെ സ്റ്റെപ്പാണിത്. അതായത് അസറ്റൈൽ കോഎൻസൈമി സിട്രേറ്റ് ആവുന്നത്. അതെങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? അസറ്റൈൽ കോഎൻസൈമി ഒക്സാലോ അസറ്റേറ്റുമായിട്ട് ചേർന്ന് കഴിഞ്ഞാണ് നമ്മുടെ സിട്രേറ്റ് ആയിട്ട് മാറുന്നത്. ഇനി സിട്രേറ്റ് ആയിട്ട് മാറി ഇത് പുറത്തേട്ട് എത്തിക്കഴിഞ്ഞാൽ അതിന് തിരിച്ച് എൻസൈമിന്റെ ഫലമായിട്ട് അസറ്റൈൽ കോഎൻസൈം എയും പിന്നെ ഒക്സാലോ അസറ്റേറ്റുമായിട്ട് തിരിച്ചു മാറാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം അസറ്റൈൽ കോഎൻസൈമി പല പ്രോസസ്സ് വഴി ഫാറ്റി ആസിഡായിട്ട് മാറുന്നു. അപ്പോൾ ഈ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ താങ്ക്